വളപ്പൊട്ടുണ്ട് എൻ്റെ കയ്യിൽ, ഒരു മയിൽപ്പീലിയുണ്ട് എൻ്റെ ഉള്ളിൽ. വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണ് എനിക്കെന്നും. പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഓർത്തത് കുഞ്ഞുണ്ണി മാഷെക്കുറിച്ചാണ്. അതെ, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും ഇതുപോലെയാണ്. അവർ നമുക്കരികിൽ നിന്നും വേർപിരിഞ്ഞപ്പോൾ ഉണ്ടായ വേദനകൾ ഒരിക്കലും ആയില്ലെങ്കിലും അവർ സമ്മാനിച്ചു പോയ നല്ല നിമിഷങ്ങൾ, പ്രതിഭ കൊണ്ട് അവർ നമ്മെ വിസ്മയിപ്പിച്ച മുഹൂർത്തങ്ങൾ എല്ലാം വളപ്പൊട്ടുകളും മയിൽപ്പീലിയും പോലെ ഇടയ്ക്കെടുത്ത് ഓമനിക്കുവാൻ നമുക്കേറെ ഇഷ്ടമാണ്. ആ ഇഷ്ടങ്ങളിൽ നിന്നാണ് ഈ പുതിയ പരിപാടിയുടെ പിറവി. ഓർമ്മയിൽ എന്നും. ഓർക്കുന്നത് വ്യക്തികളെയാണെങ്കിലും മുന്നിലെത്തുന്നത് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ്. മലയാള സിനിമയുടെ ചരിത്രം കൂടിയാണ്. ബെഞ്ച് മാർക്ക് എന്നൊരു ഇംഗ്ലീഷ് പദം നമ്മളിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അത്ര പെട്ടെന്ന് ആർക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകൾ, അത്ര വേഗത്തിൽ ആർക്കും എത്തിച്ചേരുവാൻ കഴിയാത്ത ഉയരങ്ങൾ, ആഴങ്ങൾ, അങ്ങനെ പലതിനും ഈ പദം നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്നു. മറ്റേത് മേഖലയിലും എന്ന പോലെ നമ്മുടെ ചലച്ചിത്ര മേഖലയിലും ചരിത്രമായ എത്രയോ ബെഞ്ച് മാർക്കുകളുണ്ട്. അതെ, ചരിത്രമേറെയുള്ള മലയാള സിനിമയിൽ അയാൾ പോലും അറിയാതെ ചരിത്രമായി മാറിയ ഒരു മനുഷ്യൻ, അയാൾ സ്ഥാപിച്ച ബെഞ്ച് മാർക്കുകൾ അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പോലും ആവുന്നതല്ല. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയ്ക്ക് അയാൾ സമ്മാനിച്ച താരപ്പകിട്ട്. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയിൽ അയാൾ സ്ഥാപിച്ച റെക്കോർഡുകൾ. അത്രയേറെ വലുതായിരുന്നു മലയാള സിനിമയിൽ അയാളുടെ മനുഷ്യത്വം. സുമുഖനും സുന്ദരനുമായ ഒരു നായകന് തലമുറകൾ അളവും അതിരും ആഴവും നിർണയിച്ചത് ഈ മനുഷ്യനെ വെള്ളിത്തിരയിൽ കണ്ടായിരുന്നു. ഇനി എത്ര തലമുറകൾ ഇവിടെ വന്നു പോയാലും അവർക്ക് മുന്നിലെ നിത്യഹരിത നായകനായി മറിക്കും തോറും വിസ്മയമേറുന്നൊരു ചരിത്ര പുസ്തകമായി ഒരാൾ. ഇന്ന് ആദ്യ അധ്യായത്തിൽ ഓർമ്മയിൽ എന്നും പ്രേം നസീർ. എന്റെ പേര് ആരോമലുണ്ണി. ആ ചെക്കന്മാര് പറയാ എനിക്ക് ഭ്രാന്താണെന്ന്. നസീർ, മിണ്ടാത്തതെന്താണു തത്തേ? ഈ നമ്പിയുടെ മുഖത്ത് നോക്കി വാളെടുക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം. രാവും പകലും പണിയെടുത്തിട്ടും പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്ത്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. പതുക്കെ മണിയടിക്കും, പള്ളിമണി ആയാലും പൊട്ടിപ്പോകും. നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ? നിത്യഹരിത നായകനെ കുറിച്ചാണ് ഈ ആദ്യ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു അധ്യായം ആരംഭിക്കുമ്പോൾ അതിലാദ്യമായി പേര് വരേണ്ടത് തീർച്ചയായും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ മലയാളത്തിന്റെ നിത്യഹരിത നായികയുടെ പേരാണ്. അതിഥിയായി ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ആദ്യ എപ്പിസോഡിലെ ആദ്യ അതിഥിയായി സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഷീലാമ്മ. ഷീലാമ്മ, സ്വാഗതം ഓർമ്മയിലെന്നും എന്ന ഈ പുതിയ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ അതിഥിയാണ്. സാന്നിധ്യം കൊണ്ട് തന്നെ ഈ പരിപാടിയെ സമ്പന്നമാക്കിയതിന് ഹൃദയപൂർവ്വം നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. സന്തോഷം, വളരെ സന്തോഷമുണ്ട് എന്നെ വിളിച്ചതിനും. എന്നെ എങ്ങനെയെങ്കിലും ഓർക്കാൻ സാധിച്ചല്ലോ ജനങ്ങൾക്കെല്ലാം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റ് അതിഥികളിലേക്കും സംസാരങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി അമൃത ടിവിയുടെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ, ചീഫ് ക്യാമറാമാൻ ജയൻ കണ്ണമൂല, രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സിന്റെ ഭാഗത്തു നിന്നും ശ്രീ മണി നാരായണൻ, ഈ പരിപാടിയുടെ സംവിധായകനായ ഹരി പി നായർ.
മലയാള ചലച്ചിത്രവേദിയിലെ അനശ്വര നക്ഷത്രങ്ങളായ അതുല്യ പ്രതിഭകളെ അനുസ്മരിക്കുവാൻ അവസരമൊരുക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഓർമ്മയിൽ എന്നും എന്ന ഈ പരിപാടിയിലൂടെ നമ്മളേറെ ആദരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ചലച്ചിത്ര പ്രതിഭകളെ ഒന്നുകൂടെ ഓർക്കുകയാണ്. രമേഷ് പിഷാരടി എൻ്റർടൈൻമെൻറ്റ്സിനും അമൃത ടി വിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇങ്ങനൊരു പരിപാടി ഒരുക്കാൻ അവസരം നൽകിയതിൽ. താങ്ക് യു സോ മച്ച്. പിഷാരടി എൻ്റർടൈൻമെൻറ്റ്സും അമൃത ടി വിയും ഒന്നിച്ച് ഈ പറഞ്ഞ പോലെ ഒരു 4 വർഷമായിട്ടുള്ള ഒന്നിച്ചുള്ള യാത്രയാണ്. അതിൽ പുതിയൊരു ഷോ ഓർമ്മയിലെന്നും അത് തുടങ്ങാൻ ഷീലാമ്മ എത്തി. അമൃത ടി വിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. അമൃത ടി വിയും രമേഷ് പിഷാരടി എൻ്റർടൈൻമെൻറ്റും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഓർമ്മയിലെന്തും എന്ന് പറയുന്ന ഈ ഒരു പരിപാടി തീർച്ചയായും അമൃത ടി വിയുടേത് മാത്രമല്ല ടെലിവിഷൻ്റെ തന്നെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കും എന്നതിലൊരു യാതൊരു സംശയവുമില്ല. പിഷാരടിക്കും പിഷാരടിയുടെ സംഘത്തിനും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ശീലാമ്മ, ഓർമ്മയുടെ താളുകൾ ഇങ്ങനെ മറച്ച് തുടങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷനിൽ കണ്ട, സ്ക്രീനിൽ കണ്ട ആളുകൾ എന്നതിനപ്പുറം ആ കാലഘട്ടത്തിലെ സിനിമ നിർമ്മാണം, വിതരണം, തിയേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിവുകൾ മാത്രമാണ്. അത് നിങ്ങളെയാണ് മറ്റുള്ളവർ കണ്ടറിഞ്ഞത്. അത്രയധികം ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഇത്രയധികം ഭാഷകൾ, ഇത്രയധികം സിനിമ ഇൻഡസ്ട്രികൾ ലോകം മുഴുവൻ, ഇന്ത്യയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, ലോകം മുഴുവൻ ഉണ്ടെങ്കിലും ഒരു വേൾഡ് റെക്കോർഡ് 130ഓളം ചിത്രങ്ങളിൽ നായികനായകന്മാരാവുക എന്ന് പറയുന്ന ഒരു വേൾഡ് റെക്കോർഡിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, കുറച്ച് വിദൂരമായൊരു ഭാവിയിൽ ഈ റെക്കോർഡുകൾ തകർക്കപ്പെടും എന്ന്. അങ്ങനെ എന്തെങ്കിലും ഈ അഭിനയിക്കുന്ന ഇത്രയും സമയം നമ്മൾ ഒന്നിച്ച് ചെലവഴിക്കുന്നതിനിടയിൽ ഇതൊരു അത്ഭുതമായി, ഇത്ര സിനിമയായി നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രയും എണ്ണം കഴിഞ്ഞു എന്നൊക്കെ എപ്പോഴെങ്കിലും സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഒന്നിച്ചുള്ളപ്പം? ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എല്ലാവരും പറയുന്നു 107, 110, 130 എത്രയോ പടങ്ങൾ ഒരുമിച്ചായി, അത് കാരണമാണ് ഗിന്നസ് ബുക്കിൽ നിങ്ങളുടെ പേര് വന്നതെന്ന് പറയുന്നു. അങ്ങനെയാണോ എന്ന് ഞാൻ ചോദിക്കും. എനിക്കറിയില്ല, അതിൻ്റെ കണക്കൊന്നും അറിയില്ല. ഇനി ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 5, 6, 7, 8 പടങ്ങൾ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രേമിക്കും, കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ആ പെണ്ണോടനെ ഇവിടെ നിന്ന് കുറേ കാശൊക്കെ ഉണ്ടാക്കി അവർ പോയി വേറെ കല്യാണം കഴിക്കും, ഇയാൾ വേറെ കല്യാണം. അല്ലെങ്കിൽ തന്നെ പ്രേക്ഷകർ പറയും ഈ ജോഡി എത്രയായി, മടുത്തു എന്ന് പറയും, അവർക്ക് മടുത്തു. പക്ഷെ അന്ന് ടെലിവിഷൻ ഇല്ല, വേറെ ഒന്നും ഇല്ലാത്തൊരു കാലത്തായിരുന്നു ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു വഴിയില്ല. ഇപ്പോൾ വന്ന് നോർത്ത് നിന്നും കർണാടകത്തു നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ കുറേ പെണ്ണുകൾ വരുന്നു, കുറേ ആണുങ്ങളും വരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ. അവർക്ക് വേറെ ചോയ്സ് ഇല്ല, ഷീല നസീർ എന്നല്ലാതെ വേറെ ചോയ്സ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ സമയത്ത് അങ്ങനെ വേറൊരു ചോയ്സ് വന്നാലും ഞാൻ അതുകൊണ്ടാണ് അന്നത്തെ പ്രേക്ഷകന്റെ കാര്യം വന്നത്. ഈ പ്രേക്ഷകർ സമ്മതിക്കണമല്ലോ. അല്ലെ ഇപ്പൊ ഒരു 5 പടം അഭിനയിച്ചു, അത് വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പക്ഷേ അന്നും മാറ്റപ്പെട്ടു, നമുക്കറിയില്ല. ഇത്ര വലിയൊരു റെക്കോർഡ് മാത്രമല്ല, ഞാനിങ്ങനെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി നോക്കുമ്പം വീണ്ടും തകർക്കാനാവാത്ത റെക്കോർഡുകളിൽ ഒന്നുള്ളത് ഏതാണ്ട് 700ഓളം സിനിമകളിലാണ് നസീർ സാർ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. 700 1000 പടങ്ങൾ അങ്ങേരെ അഭിനയിച്ചിട്ടുണ്ട്. നായകനാ പറഞ്ഞേ, സിനിമ 1000, നായകൻ മാത്രം 700. ഇന്നിപ്പോ ഇത് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു നായകനെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, അതിന്റെ ഒരു കാലപരിധി, അതിന്റെ ഒരു വലുപ്പം. 725 സിനിമകളിലാണ് നായകനായിട്ട്. അങ്ങനെ അഭിനയിച്ചതുപോലെ നൈറ്റ് ആൻഡ് ഡേ ആരും അഭിനയിച്ചിട്ടില്ല. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അഭിനയിച്ചത് കേട്ടോ. ചുമ്മാ അതൊന്നും ഒരു പടം 2 പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലോക്കിൽ കിട്ടും. പിന്നെ ഇത്ര കാലങ്ങളോളം ഇപ്പോഴും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും അങ്ങേരെ പറ്റി ഓർമ്മിക്കാൻ വെച്ചാൽ അങ്ങേരെ ഹാർഡ് വർക്കാണ് അതിൻ്റെ കാര്യം. പിന്നെ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വൈബ്രേഷൻ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ, അത് ആരുടെ കഷ്ടവും ഒരു പ്രൊഡ്യൂസറും കഷ്ടപ്പെടാൻ പാടില്ല. അങ്ങേരുടെ കാര്യത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്, അങ്ങേരുടെ സ്വഭാവം അതാണ്. പ്രൊഡ്യൂസേഴ്സ് എല്ലാം ആരും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത്രയും പടങ്ങൾ, ഇത്രയും 10-20 കൊല്ലം ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ദേഷ്യപ്പെട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ദേഷ്യപ്പെട്ടേ എന്താ അങ്ങനെ ചെയ്തത് എന്ന് പോലും, അല്ലെങ്കിൽ താഴെ വീണല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യർ ഇത്രയും സിനിമ ഇത്ര അധ്വാനിക്കുമ്പം, ഉറക്കം നിൽക്കുമ്പം, യാത്ര ചെയ്യുമ്പം, ഇത്ര അധികം കഥാപാത്രങ്ങളായിട്ട് മാറുമ്പം ഒരാൾക്ക് ദേഷ്യം വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണല്ലോ.
ശരി, അതെ, ഇല്ലേ? അത് ജനനീയമുള്ളൊരു സ്വഭാവങ്ങളാണ്. പെട്ടെന്ന് അഭിനയിക്കാൻ വെച്ചാൽ കുറച്ച് നാൾ, ഒരു കൊല്ലം അഭിനയിക്കാം, 2 കൊല്ലം അഭിനയിക്കാം. പക്ഷേ ജനനീയ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് അങ്ങേര്. നീ ഒന്ന് ഒരു ദിവസം ഈ അന്നൊക്കെ ഷെഡ്യൂൾ കാണാല്ലേ, രാവിലെ ഒരു സിനിമ, ഉച്ചയ്ക്ക് ഒരു സിനിമ, വൈകിട്ടൊരു സിനിമ, അങ്ങനെ അഭിനയിച്ചിട്ടില്ല? അതെ അതെ. അത് രാവിലെ ഞാൻ വരുമ്പോൾ പാവാട ധാവണിയൊക്കെ ഇട്ടുകൊണ്ട് 2 പേരും പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇരിക്കുന്ന അതായത് കാലത്ത് 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടനെ പോയി തലയിലൊക്കെ കുറേ നേരെയൊക്കെ ഇട്ടുകൊണ്ട് മകനെ നിനക്ക് വേണ്ടി എന്നൊരു പടത്തിൽ അമ്മയും എൻ്റെ മകനായിട്ട് നസീർ സാർ അഭിനയിക്കും. രാത്രി ആവുമ്പോൾ ഞാൻ അങ്ങേരെ ഭാര്യയായിരിക്കും. രാത്രി അത് ഒരു 9 മണി മുതൽ രാത്രി 2 മണി വരയ്ക്കും അങ്ങേരെ ഭാര്യയായിട്ട് അഭിനയിക്കും. അങ്ങനെ 4 ഷെഡ്യൂൾ. പിന്നെ രാത്രി 2 മണി മുതൽ കാലത്ത് 5 മണി വരയ്ക്കും പോലും 4ാമത്തെ ഷെഡ്യൂൾ. രാവിലെ പിന്നെ മോളായി ഇങ്ങനെ. പക്ഷെ ഞാൻ തന്നെ നസീർ സാർ വരും, എന്താ കൊച്ചാ ഇന്ന് എന്താ, ഞാൻ മോനാണോ മകളാണോ ആരാണ് നിങ്ങൾ എൻ്റെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. വേറെ വേറെ അടുത്തടുത്തുള്ള ഫ്ലോറല്ലേ, അടുത്താണ് AVN സ്റ്റുഡിയോ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി അഭിനയിക്കും, അവിടെ നിന്ന് അവിടെ പോയി അഭിനയിക്കും. നസീർ സാർ പെട്ടെന്ന് പോയി ശാരദയുടെ ആയിരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നെ ഓടി വന്ന് ഇവിടെ അഭിനയിക്കും ഒക്കെ. ഇന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡബ്ബിങ്ങിന് വേണ്ടി AVN സ്റ്റുഡിയോയിൽ പോയിരുന്നു. ആ സ്റ്റുഡിയോ കണ്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എനിക്ക് നെഞ്ച് പൊട്ടിപ്പോയി. കാരണം അത്രത്തോളം പടങ്ങൾ ഞങ്ങൾ അവിടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ, കലാകാരന്മാരെല്ലാം ഇന്നത്തെ കാലത്ത് ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പുതിയ ആൾക്കാർ തള്ളി നുണ പറഞ്ഞു എന്നൊക്കെ പറയും. കാരണം എന്താ പറയുക, ഇത് വിശ്വസിക്കുക, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഓരോ കാര്യം. അദ്ദേഹം 40 സിനിമയിലെ മറ്റേ ഡബിൾ റോളാണ് ഇതിന്റെ കൂട്ടത്തില്. ഇല്ലെങ്കിൽ എത്രയോ സിനിമ തിരിച്ചടി ആദ്യത്തെ പടം തിരിച്ചടി പടത്തിൽ വന്ന അങ്ങേര് പോലീസാണ് എന്നെ പ്രേമിക്കുന്നത്. പക്ഷെ കള്ളൻ, പോലീസ് ഒരു കള്ളനെ പിടിക്കാൻ നടക്കും. ആ കള്ളനും നസീർ സാർ തന്നെ. പക്ഷെ ആ നസീർ സാറും വന്ന് എന്നെ പ്രേമിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കും. പക്ഷെ പോലീസുകാരനും ഇങ്ങനെ 2 പേരും തമ്മിലുള്ളൊരു നല്ല പാട്ടുകളുള്ള ഒരു പടമാണ്. 2-3 പടത്തിൽ ഞാൻ അങ്ങേരെ ഡബിൾ റോളായിട്ടൊക്കെ. ഡബിൾ റോൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അച്ചാരമണി, ഓശാരോമന. ഇത് ഡബിൾ റോൾ പരിപാടി അന്ന് എങ്ങനെയാ, ഗ്രാഫിക്സ് ഇല്ലാത്ത സമയത്ത്? ഇപ്പൊ വന്ന് ഗ്രാഫിക് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. അന്ന് അങ്ങനെ ഒന്നുമില്ല. കൽപ്പന എന്നൊരു പടത്തിൽ ഞാൻ 4 ക്യാരക്ടറാണ്. ഡബിൾ റോളല്ല, 4 റോളാണ്. ഒരു പെണ്ണ് വളരെ ഇങ്ങനെ പാവമായിട്ടിരിക്കുന്ന പെണ്ണ്, ഇനി ഒരാൾ നല്ല പാൻറ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്, ഇനി ഒരു ഗ്രാമത്തിലുള്ളൊരു പെണ്ണ്, ഇനിയൊരു പെണ്ണ്, ഒരു സാധാരണ ഇങ്ങനെ ഒരു പെണ്ണ്. 4 ക്യാരക്ടർ, ഒരു ക്യാമറ എന്നൊക്കെ വലിയ ഇങ്ങനത്തെ ഉള്ളല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഇത് ഒട്ടിക്കും, ഒരു ബ്ലാക്ക് ഒരു ഇത് ഒട്ടിച്ചിട്ട് ഒരെണ്ണം 4 പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരെണ്ണം ഒട്ടിച്ച് അത് എടുക്കും. വലിയ പാടാ. ആ സ്ഥലങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. വലിയ പാടാണത്. അതിന്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കി വേഷം മാറി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. ഒരു കാര്യം കൂടെ, നമ്മളിപ്പം സിനിമയിൽ സ്ത്രീ ഡയറക്ടേഴ്സ് വരുന്നതിനെ കുറിച്ചും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് സിനിമ എന്ന് പറയുന്നതിന്റെ ടെക്നിക്കാലിറ്റീസ് നമുക്ക് പുറത്ത് കാണാനോ പഠിക്കാനോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഷീലാമ്മ 3 പടം, എത്ര സിനിമ ഡയറക്റ്റ് 3 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് യക്ഷഗാനം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ ശിഖരങ്ങൾ, പിന്നെ നിனைவுകളെ നീങ്ങി വിടുന്ന ഒരു തമിഴ് പടവും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 3 സിനിമകൾ അന്ന് ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതെല്ലാം അന്നത്തെ അതിന്റെ ഒരു കറേജ് എങ്ങനെയായിരുന്നു അന്ന്? അതെന്താണെന്നറിയോ, ഒരുപാട് തിരക്കായിരുന്നു. അഭിനയിച്ച് എനിക്ക് മടുത്തുപോയി. ഇതെന്താ ഇപ്പോൾ രാവിലെ ആയാൽ പോയി അഭിനയിക്കുക, രാത്രിയായി അഭിനയിക്കുക. പിന്നെ ചില പുതിയ ഡയറക്ടർമാർ വരും. അപ്പോൾ അവർക്ക് ഒരു ഷോട്ട് വയ്ക്കാൻ അറിയില്ല, എങ്ങനെയാണ് ഒരു ട്രോളി വെച്ചാൽ എങ്ങനെയാണെന്നറിയാം. കട്ട് പറയാതെ ഞങ്ങൾ അഭിനയിക്കാൻ നോക്കിയോണ്ടിങ്ങനെ നിൽക്കും. സാർ കട്ട് പറയാൻ സാറെന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടൊരു പടം ഡയറക്റ്റ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നു. പിന്നെ ഞാൻ ചുമ്മാ അന്നൊന്നും TV ഇല്ലല്ലോ. ഇപ്പോൾ വന്ന് വൈകുന്നേരം ആയാൽ നമുക്ക് ഈ ഫോണിൽ വന്ന് എന്തെങ്കിലും യൂട്യൂബ് അതെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കാം. അന്ന് വൈകുന്നേരം ആയ നൈറ്റ് ഷൂട്ടിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ വൈകുന്നേരം വന്ന് ഞാൻ ഈ യക്ഷഗാനം എന്നുള്ള കഥ എഴുതി, അതിൻ്റെ ഡയലോഗ്സ് എഴുതി, അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്തു, എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ
ഒരു പത്രക്കാരന് വേണ്ടിയാണ് ആ പടം എടുത്തത്. ഒരു പത്രക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ അങ്ങേരോട് ഞാൻ പറഞ്ഞു ഈ പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഏർപ്പാട് ചെയ്തത് കൊടുത്തു. എന്ന് അങ്ങേർക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. നസീർ സാറുമായിട്ട് ആദ്യം ഒന്നിച്ചഭിനയിച്ച സിനിമ ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു നിലമണിഞ്ഞ കാൽപ്പാടുകൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ പടങ്ങൾ ഇങ്ങനെ സത്യൻ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ, പിന്നെ നസീർ സാറിൻ്റെ കൂടെ തന്നെ. പക്ഷേ എൻ്റെ നല്ല പടങ്ങളൊക്കെ, നല്ല കഥ ഉള്ള പടങ്ങളൊക്കെ സത്യൻ സാറിൻ്റെ കൂടെയായിരുന്നു. ഈ പ്രേമാങ്കീമം എന്നൊക്കെ ഉള്ള പടങ്ങളെല്ലാം മിക്കവാറും നസീർ സാറിൻ്റെ കൂടെയായിരുന്നു. എന്നാലും ആ കാലഘട്ടത്തെക്കുറിച്ചും നസീർ സാറിനെ കുറിച്ചും എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് വെച്ചാൽ ഞങ്ങൾ മധുസാറിനെ സമീപിച്ചിരുന്നു. എന്നാൽ ശരി, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. പ്രേമനസീറിനെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ആക്ടിങ് കോമ്പറ്റീഷൻ എഴുതുന്നു. അത് ടൗൺ ഹാളിലായിരുന്നു നടന്നിരുന്നത്. അന്ന് CI പരമേശ്വരമുള്ള സാറ്, പിന്നെ കൈനിക്കര കുമാരമുള്ള സാറ്, അങ്ങനെ അതിൻ്റെ ഈ ട്രിവാൻഡ്രം ഡ്രാമാറ്റിക് ബ്യൂറോയുടെ മെമ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഈ ചെറുപ്പക്കാരന് 10-20 വയസ്സ് തികച്ച് വരില്ല. അന്ന് ഷേക്സ്പിയറിൻ്റെ ലോക നാടകത്തിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് കണക്കാക്കപ്പെടുന്ന ശേഷം ദുഷ്ടനായ ഒരു കഥാപാത്രം, ഷൈലോക്കാണ് ക്യാരക്ടറിൻ്റെ പേര്. അത് മലയാളത്തിലാക്കിയിട്ട് അത് അവതരിപ്പിക്കുക, അതാണ് ഈ ആക്ടിങ് കോമ്പറ്റീഷന് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്. ഈ ഷൈലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും പ്രേംനസീറിനെ ഓർക്കാൻ സാധിക്കില്ല. അങ്ങേറ്റം ഓർക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ ഷൈലോക്ക്. ആ കഥാപാത്രമായിട്ട് അന്ന് പ്രേംനസീർ എന്നല്ല, അന്ന് അബ്ദുൽ ഖാദറാണ്. എന്നിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഒരു ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനാണ് പിന്നീട് പ്രേംനസീറായതെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ആലോചിക്കുക, ഇപ്പോൾ പ്രേംനസീറിന് ഇങ്ങനെ പ്രേമിക്കാൻ മാത്രമേ അറിയാവൂ, മരം ചുറ്റാനേ അറിയാവൂ, പാടാനേ അറിയാവൂ എന്നൊക്കെ ശത്രുക്കൾ പറയാറുണ്ട്. ശ്രദ്ധിക്കാതെ ആ സിനിമയിൽ തന്നെ അദ്ദേഹം നല്ല ഒന്നാന്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നീ ടീനേജിൽ 18-19 വയസ്സുള്ള കാലത്ത് ഈ ഷൈലോക്കിൻ്റെ ക്യാരക്ടർ അഭിനയിച്ച് അതിന് ഫസ്റ്റ് പ്രൈസ് ഇത്രയും വലിയ പ്രഗത്ഭന്മാരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിനയത്തിന് അങ്ങേറ്റം കഴിവുള്ള, വാസനയുള്ള, എന്താ പറയുക, ദൈവാനുഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ പ്രേംനസീർ നമ്മൾ കണ്ടതിനേക്കാളുമൊക്കെ വലിയ ആക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ വളരെ മെച്ചമായി പോയതുകൊണ്ട് അതിൽ തന്നെ തൂങ്ങിക്കിടക്കാനേ ഈ സിനിമ ഇൻഡസ്ട്രിക്ക് സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ അത്ര റെക്കോർഡുകൾ, സിനിമകൾ, കഥാപാത്രങ്ങൾ, 1000 സിനിമകൾ ഒക്കെ ചെയ്ത ഒരാളെ പറ്റി മധുസാറിനെ പോലെ ഒരാൾ പറയുന്നത് അയാൾ അണ്ടർ റേറ്റഡ് ആണ്, അയാളുടെ നടനെ ഇനിയും മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഒരു കാലഘട്ടത്തിൽ അങ്ങേര് പറയും, എപ്പോൾ നോക്കിയാലും ഈ പാട്ടും കേട്ടും ആൾക്കാരുടെ പുറകെ നടക്കും, ഇത് തന്നെയാണല്ലോ, ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പോഴാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്നൊരു പടം, വേലായുധം. അത് നല്ലൊരു ക്യാരക്ടർ. പിന്നെ അതുപോലെ എൻ്റെ കൂടെ വന്ന് ഭാര്യമാർ സൂക്ഷിക്കുക എന്നൊരു പടം, അതിൽ അങ്ങേര് വില്ലനാണ്, വില്ലനാണ്. പിന്നെ അങ്ങേര് വില്ലനായിട്ട് അഭിനയിച്ച ഇനിയൊരു പടം വന്ന് നിഴലാട്ടത്തിൽ അങ്ങേര് വില്ലനാണ്. ഭാര്യയെ വന്ന് പണത്തിന് വേണ്ടി എന്തും ചെയ്യിക്കാന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഷീലാമ്മ ടൈറ്റിൽ റോളിൽ വന്നിട്ടുള്ള കള്ളിച്ചെല്ലമ്മേല്, അതെ, കള്ളിച്ചെലമേല് വില്ലൻ. അയ്യോ, ഭയങ്കര വില്ലനല്ലേ, വില്ലന്റെ ക്യാരക്ടറാണ്. സത്യത്തിൽ അതിൽ ഹീറോ എന്ന് പറഞ്ഞാൽ മധുവാണ് ഹീറോ, മധു സാറാണ്. നസീർ സാറാണ് വില്ലനാണ്. അങ്ങേര് ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളപ്പോ വന്ന് ഇവളെ ചതിച്ച് ഇവള് പോയിട്ട് കൊച്ചായി വില്ലനല്ലേ, ഓർക്കുമ്പം വലിയ അനുഭവം തോന്നുന്ന കാര്യമാണ്. നമുക്ക് ഒരാളെ കൂടെ, ഇപ്പം ഒരുപാട് കഥകൾ ഞാനീ പറഞ്ഞല്ലോ, എനിക്ക് സംശയങ്ങളും വായിച്ചുള്ള അറിവുകളും മാത്രമേ ഉള്ളൂ. ചിലപ്പം ഒന്ന് പങ്കുവെച്ചെടുത്താൽ ഒരുപാട് ഓർമ്മകൾ ഇനിയും വരാവുന്ന ഒരാളെ കൂടെ ഞാൻ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി സിനിമകൾ, അതൊരു ഒരു കാലഘട്ടം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം തൊട്ട്
ഇന്നിൻ്റെ സിനിമകൾ വരെ സജീവമായി നിൽക്കുന്ന ഒരാൾ, സിനിമയുടെ ഹാസ്യവേഷങ്ങൾ ചെയ്തും ഗൗരവമുള്ള വേഷങ്ങൾ ചെയ്തും സിനിമയ്ക്ക് പുറത്ത് ഗായികയായും നർത്തകിയായും എല്ലാം ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരാൾ, സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീലത നമ്പൂതിരി. നമസ്കാരം. നമസ്കാരം. ഈ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഷീലാമയായിട്ട് സംസാരിക്കായിരുന്നു. ഈ ഷീലാമയും നസീർ സാറും ഒക്കെ ഉള്ള പ്രണയ സിനിമകൾ അവര് ഹീറോയിനായിട്ടൊക്കെ പോകുന്നു. അതിന്റെ പാരലായിട്ട് ഒരു ചെറിയ കോമഡി പ്രണയം, അങ്ങനെയുള്ള പരിപാടികളിലാണ് ചേച്ചി കൂടുതലും ഉണ്ടാകുന്നത് അല്ലേ? ആദ്യമായിട്ട് ഇവരെ കണ്ട ഒരു ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? എപ്പോഴാണ് ആ ഫസ്റ്റ് കാണല്? തീർച്ചയായിട്ടും. ഞാൻ മദ്രാസിൽ വന്നിട്ട് വന്ന ദിവസം മുതലേ ഇവരെ രണ്ടുപേരും കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സഹോദരി നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുമാരി തങ്കം. അങ്ങനെയാണ് ഞാൻ മദ്രാസിൽ വരുന്നത് തന്നെ. അപ്പം അങ്ങനെ ഇവരുടെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു, ഭാര്യമാർ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ ആ ഷൂട്ടിംഗ് കാണാൻ ആ സെറ്റ് ചെന്നപ്പോൾ സേതുമാധവൻ സാറ് എന്നെ മേക്കപ്പ് ഇടിയിച്ച് ആ ഒരു പാട്ട് സീൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു അല്ലേ സുലൈമ? അതെ ഒരു ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. അപ്പോൾ അതിൽ എന്നെ ഒരു ഷോട്ടിൽ അഭിനയിപ്പിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ഷോട്ട് മറക്കാൻ നോക്കില്ല കേട്ടോ. ഇങ്ങനെ നസീർ സാർ പാടുമ്പോഴേ അങ്ങനെ ഭയങ്കര സിനിമയിൽ പിന്നണി ഇപ്പോൾ യേശുദാസ് പോലെ ഒരു ഭയങ്കര പാട്ടുകാരനാണ്. അപ്പോൾ പാടുമ്പോൾ ഇവരിങ്ങനെ ആ പാട്ട് കേട്ട് ഇങ്ങനെ എഴുന്നേൽക്കും. അവരുടെ ഭർത്താവ് പിടിച്ച് വലിച്ചിരുത്തും. ആ ഒരു ഷോട്ട് പക്ഷെ ഒരിക്കലും ആരും മറക്കാനോ അതെ. അപ്പം ഇങ്ങനെ ഷൂട്ടിങ് ഞാൻ ഇങ്ങനെ നസീർ സാറിനെ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, ഞാനൊക്കെ ഒരുപാട് സിനിമകൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും ഇവരെ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അവരെ അഭിനയിച്ച സിനിമകളിലെ ആ കഥാപാത്രങ്ങളൊക്കെ ഓർക്കുന്നവരെ ഇങ്ങനെ കണ്ട് അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ പക്ഷേ ഇവർ രണ്ടുപേരും ഞങ്ങളുടെയൊക്കെ സ്വപ്ന നായകനും സ്വപ്ന നായികയായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ ഇപ്പം സുരേഷ് ചേച്ചിക്ക് ഇത് തിയേറ്ററിലാണ് കണ്ടത്. ഞാനൊക്കെ ഈ ദൂരദർശൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് പഴയകാല സിനിമകൾ എന്ന് പറഞ്ഞ് വരുന്ന സിനിമകളിലാണ് കണ്ടിട്ടുള്ളതും അറിയുന്നതും എല്ലാം. അപ്പം ഇത് ഈ ഇപ്പം കാണാനൊരു കൊതി അന്നേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതും ഇപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാണാനും ഈ കഥകൾ കേൾക്കാനും ഒക്കെ ഉള്ള വലിയ രസവും കൗതുകമൊക്കെ ഉള്ള. ഇപ്പം ഞാൻ ചെയ്ത മറ്റൊരു പരിപാടിയിൽ ഒരിക്കൽ ഷീലാമ വന്നപ്പം ഷീലാമ ഒരു തമാശ കഥ പറഞ്ഞു. ആ തമാശ കഥ ഇങ്ങനെയായിരുന്നു. ഒരാൾ ഷീലാമയെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമായിട്ട് വന്നു. അവര് വന്ന ശേഷം ഞാൻ പറയാം, എൻ്റെ ഒരാൾ ഇങ്ങനെ വന്നു സിനിമ അവർക്ക് എന്നോട് ഭയങ്കര ഒരു ഇഷ്ടം, എന്തോ ഒരു പ്രേമോ ഇഷ്ടമാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങേര് വന്ന് അമേരിക്കയിലുള്ള ഒരാളാണ്. അങ്ങേര് അവിടെ നിന്ന് വന്നിട്ട് എന്നെ വന്ന് വീട്ടിലോട്ട് വന്നിട്ട് ഒരു പടത്തിൻ്റെ അതായത് മറ്റന്നാളാണ് ഷൂട്ടിങ്. അങ്ങനെ പറഞ്ഞു 10 ദിവസം കൊണ്ട് ഞാൻ ഇപ്പോൾ തീർത്തിട്ട് പിന്നെയും വരത്തുള്ളൂ, മറ്റന്നാൾ ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെങ്കിൽ ആദ്യം പാട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ വേറെ ആരോ പാട്ട് എടുത്ത് വെച്ചിരുന്ന ആ പാട്ട് മേടിച്ചങ്ങേര്. അപ്പോൾ ഒരു പടത്തിൻ്റെ പകുതിയും തുക എൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ സെറ്റിൽ മേക്കപ്പ് എല്ലാം സെറ്റ് പോകണം. ഫസ്റ്റ് നൈറ്റ് ഒരു കട്ടിലാണ് ഇട്ടിരിക്കുന്നത്, ഫസ്റ്റ് നൈറ്റ് കട്ടിൽ. അയാളാണ് ഡയറക്ടറും. അപ്പോൾ വന്ന് ഫസ്റ്റ് നൈറ്റ് വന്ന് എന്നെ വലിച്ചിടുക, കട്ടിൽ ഞാൻ വീഴുന്നു, അങ്ങേര് മുകളിൽ എന്നെ വീഴുന്നു. ഇങ്ങനെ അങ്ങേര് മുഴുവനും എൻ്റെ ഇവിടെ നിന്ന് ഞാൻ തന്നെ ഒരു റേപ്പിംഗ് സീനിൽ തള്ളുന്ന പോലെ തള്ളേണ്ടി വന്നു, അത്രത്തോളം ക്ലോസ് ആയിട്ട്. പിന്നെ അടുത്ത ഷോട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പതുക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ കട്ടിലിൻ്റെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും, അങ്ങനെ അടുത്ത ഷോട്ട് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെന്നെ വലിക്കണം, അങ്ങനെ ഒരു ഷോട്ട്. ഇങ്ങനെ ഓരോ ഷോട്ട് പറയാനും പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ആ പരിപാടി വേണ്ട, ആൾക്കാർ എന്ത് വിചാരിക്കും, നിങ്ങൾ കൂടെ എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ ഷോട്ട് പറയുന്നത്, ഇവിടെ വെച്ച് തന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരയ്ക്കും എന്നെ കെട്ടിപ്പിടിക്കുക, കട്ടിൽ തള്ളുക, അങ്ങേരം ഓടി വരാ. ഇങ്ങനെ ഷോട്ട് എടുത്ത് 4-5 ദിവസത്തിന് എന്തോ ഷൂട്ടിങ് കോൾ ഷീറ്റ് മേടിച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പിന്നെ മേക്കെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നു.
മണി 9 10 11 ഒന്നും ആരും വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ മാനേജറിനെ വിളിച്ചു. എന്താ കാര്യമെന്ന്. അമ്മ ഞാൻ വരാം വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് അങ്ങേര് വീട്ടിലേക്ക് വന്ന് പറഞ്ഞു. അമ്മ അങ്ങേര് പടം എടുക്കാനൊന്നും വന്നിട്ടില്ല, നിങ്ങളെ ഒന്ന് തൊടണം, നിങ്ങളുടെ ഒന്ന് കെട്ടിപ്പിടിക്കണം. നിങ്ങൾ സാധാരണയായിട്ട് തൊടാൻ സമ്മതിക്കോ? അതുകൊണ്ട് സിനിമയുടെ ഏതാണ്ട് സിനിമ എടുക്കാന്ന് പറഞ്ഞിട്ട് വന്ന് 6 മണിയും ചെയ്യാലോ. 80% പൈസ അഡ്വാൻസും തന്നു. 50% അഡ്വാൻസും കൊടുത്തു. 50% അഡ്വാൻസും കൊടുത്തിട്ട് കുറെ കെട്ടിപ്പിടിച്ച് അങ്ങേര് പോവുകയും ചെയ്തു. ഇതിലെ വേറൊരു കൗതുകമുള്ള കാര്യം എന്താ പറയാ, ഈ ഷീലാമ ഇത് പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ ഒരു പരിപാടി പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഷീലാമ അമേരിക്കയിൽ ഒരു ഫംഗ്ഷന് പോയി. അമേരിക്കയിൽ ഒരു ഫംഗ്ഷൻ പോയപ്പോ അവിടെ ഈ കഥ അത്യാവശ്യം ഇങ്ങനെ കേട്ട ആൾക്കാർ ചോദിച്ചു, ഷീലാമ്മനെ കെട്ടിപ്പിടിച്ച ഒരുത്തൻ അന്ന് കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ആ കഥ അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഓഡിറ്റോറിയത്തിൽ തമാശക്ക് ചോദിച്ചപ്പോഴേ ഒരു 10-30 പേര് എണീറ്റ് ഞാനാണാ ചെയ്തതെന്നും പറഞ്ഞ്, അല്ലേ? അതൊരു അവാർഡാണ് ഇപ്പോഴും. ഞാനാണെന്ന് ശ്രീരാമനെ ഞെട്ടിപ്പോയി. ഇത്രയും പേരോ ഒരാളെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും ഒരു ആഗ്രഹവും സിനിമ സെറ്റ് വരിക എന്നൊക്കെ പറയുന്നത്, അല്ലേ? നിങ്ങളുടെ സ്റ്റുഡിയോകളുടെ വാതിക്കൽ എപ്പോഴും കുറെ ആളുകള് പോകുമ്പോഴും അങ്ങനല്ല, ഷീലാമ്മ സ്ത്രീകൾ തന്നെ സ്നേഹിച്ചില്ല, ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ ഈ ചെമ്മീനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്ന അറിയോ? അയ്യോ, ഒരുപാട് പ്രാവശ്യം. പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു. പിന്നെ മരിച്ചു കിടക്കുന്നുണ്ടപ്പോ എന്തോ ഒരു കരച്ചില്. എനിക്ക് സീത ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഷീലാമ്മയോട് ആരാധനയാണോ പ്രണയമാണോ എന്നറിയില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അയ്യോ ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരുമാണ് സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. എപ്പോഴും ഞങ്ങൾ ഫോണിൽ സംസാരിക്കും. പഴയ ആൾക്കാരിൽ ഞങ്ങൾ തമ്മിലുള്ള കൂട്ടാണ് തമ്മിലാണ്. അതെ, ഷീലാമ്മ എവിടുത്തെ കാര്യമൊക്കെ ചോദിക്കും, ഞാൻ അവിടുത്തെ കാര്യമൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഇത്രയും വർക്കിനിടയിൽ നിങ്ങൾക്ക് സത്യത്തിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഷീലാമ്മ കുറച്ച് കഴിയുമ്പം ഇത് ചെയ്ത് നമുക്ക് തന്നെ ഒരു മൊണോട്ടോണി ഫീൽ ചെയ്യുമല്ലോ. എന്താണ് അല്ലാത്തൊരു രസം നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ? നിങ്ങളിപ്പോ കാരാവാനൊന്നും ഒന്നും ഇല്ലല്ലോ, എല്ലാവരും ഒന്നിച്ച് വട്ടം കൂടിയിരുന്ന്, അല്ലേ? അവിടുന്ന് ഇവിടുന്ന് ഓരോ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ച് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതെ, നസീർ സാറിന്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം കഴിക്കാനൊക്കെ കുഴക്കിട്ടൊക്കെ കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ അദ്ദേഹം കഴിക്കാറില്ല, ഞങ്ങൾ തന്നെ കഴിച്ചു തീർക്കുക. ഇത്രയും ഈ പ്രണയ നായിക ഇപ്പൊ അമ്മയും മകനായിട്ടും ചേട്ടിയും അനിയനുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രണയ ചിത്രങ്ങൾ അഭിനയിച്ചു തോന്നിയിട്ടുണ്ട്. ഷീലാമ്മയ്ക്ക് പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രണയത്തിനെ കുറിച്ച് പറയണെങ്കിലേ, പ്രണയം എപ്പോഴും ജയിക്കാൻ പാടില്ല, തോൽക്കണം. ജയിച്ചാൽ കല്യാണത്തിൽ തീരും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടിയായി, വഴക്കായി, പിള്ളേരായി, എന്തെങ്കിലും ഒരു കൊച്ചു വഴക്കെങ്കിലും ആയല്ലോ. ഇപ്പോഴാണെങ്കിൽ മിക്കവാറും ഡൈവോഴ്സും ആവും. മിക്കവാറും പേർക്ക് അങ്ങനെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഒരു കാലമല്ലേ. എന്നെ സംബന്ധിച്ചോളം പ്രണയം തോൽക്കണം. തോൽറ്റാലേ ലൈല മജ്നു അങ്ങനെ എങ്ങനെയൊക്കെയുള്ള അവരെ പറ്റി പറയണമെങ്കിൽ തോൽക്കണം. തോറ്റാലേ എന്നും മധുര സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ അങ്ങനെ കുറിച്ചൊരു പ്രണയം ഉണ്ടാവും, ആ പെണ്ണിനെ പറ്റിയ പ്രണയം ഉണ്ടാവും. തോൽക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ വയസ്സിനിടെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫിലോസഫിയാണ്. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ചിന്തിച്ചാൽ അതിൽ വലിയ ഒരർത്ഥമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി എന്ന് പറയും, നമ്മൾ അതിൻ്റെ ഒരു തീവ്രതയും കാലവും നിലനിൽക്കുന്നതിനകത്തിൽ വലിയ പങ്കുണ്ട്. എനിക്ക് ഷീലാമ്മയെ എപ്പോഴും ഫോൺ വിളിക്കാൻ പറ്റുന്ന, സംസാരിക്കുന്ന ഒരാളല്ല. ശ്രീല ചേച്ചിനെ അങ്ങനെ ഇരിക്കുമ്പം നാട്ടിലുള്ള ഇടയ്ക്ക് കാണും, വർത്താനം പറയും, തമാശയൊക്കെ പറയും. പക്ഷേ ആ കാലഘട്ടത്തെക്കുറിച്ച് എനിക്കിങ്ങനെ കഥകൾ കേൾക്കുന്നതിൽ ഞാൻ എപ്പോഴും വിളിക്കുന്ന ഒരാൾ. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു 95 വർഷത്തെ പഴക്കമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോളം നിങ്ങളുടെയൊക്കെ ഒപ്പം തന്നെ സമകാലീനായി പയ്യനായി വന്ന് അപ്പം എപ്പോഴും കഥകൾ പറയും. അന്ന് ഈ പ്രോട്ടോക്കോൾ ഉണ്ട്, വലിയ നായകൻ നായികയ്ക്ക് വേറെ സ്ഥലത്ത് വേറെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയും മാറിയിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹവും ഇപ്പോഴും സിനിമയിൽ വളരെ സജീവമാണ്. വ്യക്തിപരമായ ആത്മബന്ധമുള്ള ഒരാളാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്നുള്ള ആളാണെന്ന് തോന്നില്ല. സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കുഞ്ചൻ ചേട്ടൻ. താങ്ക് യു വെരി മച്ച് വന്നതിൽ. അയ്യോ നമസ്കാരം. ആദ്യമായിട്ട് കണ്ട ഒരു നടിയാണ് എൻ്റെ ജീവിതത്തില്. വരൂ, ഇരിക്കൂ. എന്നാൽ ആ നടിയോടൊപ്പം ഒരു കസേരയിൽ ഇരിക്കാനുള്ള സുവർണ അവസരം. തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് കണ്ട നടിയുമാണ്. ആദ്യമായിട്ട് കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേം നസീർ സാർ.
അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എൻ്റെ ആദ്യത്തെ പടവും. കുഞ്ചേട്ടൻ്റെ ആദ്യത്തെ പടം നസീർ സാറിന്റെ കൂടെയാണ്. എനിക്കൊന്ന് റെസ്റ്റ് ഹൗസ്. നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്നു. ഏതാ വിദ്യാർത്ഥികളെ, ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് അല്ലേ. അതെ, ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിരുന്നു. സിനിമയുടെ പേര് റെസ്റ്റ് ഹൗസ്. റെസ്റ്റ് ഹൗസ്. അത് വലിയ ഹിറ്റ് ആവുകയും അതിലെ കുഞ്ചൻചേട്ടന്റെ വേഷം ഇത്തിരി പോപ്പുലർ ആവുകയും ചെയ്യുന്നു അല്ലേ ആദ്യ സിനിമ തന്നെ? കൃഷ്ണനായിട്ട് വേഷം ഇട്ടു. കുചേലകൃഷ്ണൻ. കുചേലകൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുകയാണ്. 2 മുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതാണ് നല്ല സുന്ദരിയായ ഒരു സ്ത്രീ. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ അയ്യുധം ഇത്രയും ഭംഗിയുള്ള സിനിമ നടിയെ ആദ്യമായിട്ട് കാണുക. നസീർ സാർ അതുപോലെ തന്നെ സുന്ദര കുട്ടപ്പൻ. അങ്ങനെ സന്തോഷമായിരിക്കുന്നു എന്തായാലും. കുഞ്ചേട്ടാ ഇപ്പൊ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ട് അന്നൊക്കെ ഇങ്ങനെ ഈ സിനിമയിൽ ഇങ്ങനെ പല പ്രോട്ടോകോൾ ആളുകൾ നിൽക്കുമ്പോൾ കുഞ്ചേട്ടനെ പോലെ ഒരാൾ ആഗ്രഹിച്ച് ചെന്ന ഒരാൾക്ക് അന്ന് ഈ പറഞ്ഞ പോലെ നസീർ സാറിൻ്റെ ഒപ്പം ഒരു വലിയ വേഷം കിട്ടുക, ആ സിനിമ ഹിറ്റാവുക. ഇപ്പം കുഞ്ചൻചേട്ടൻ്റെ മുഖത്ത് ഞാൻ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പൊ കാണാൻ പറ്റും. കാണുമ്പോൾ അത് നമുക്ക് മറക്കാനൊക്കത്തില്ല. കാരണം അതിനകത്തൊരു ബന്ധങ്ങളുണ്ടായിരുന്നു. ഇന്നതില്ല. ഞാൻ തുറന്നു പറയുമല്ലോ, അന്ന് സുഹൃത്ത് ബന്ധമായാലും എന്ത് ബന്ധമായാലും ഒരടുപ്പം, ഒരു കൂട്ടായ്മ. ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ എല്ലാവരും അല്ലേ ശ്രീരാമനെ ചോദിച്ചാൽ എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രസകരമായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ഇത് ശരിക്കും പൊതുവെ സ്ത്രീകളോട് പ്രായമോ ആണുങ്ങളോട് ശമ്പളം ചോദിക്കുന്നതൊക്കെ പറയാമെങ്കിൽ എൻ്റെ ഒരു ഇനിയിപ്പോൾ ഒരു ഇൻകം ടാക്സ് ഒന്നും പേടിക്കണ്ടല്ലോ കുഞ്ചേട്ടൻ. എനിക്ക് വെറുതെ അറിയാനായിരിക്കും റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന പടത്തിനൊക്കെ കുഞ്ചേട്ടനൊക്കെ എന്തായിരിക്കും പ്രതിഫലം വാങ്ങിച്ചത്? 250 രൂപ. ആദ്യം പോയിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ചെരുപ്പോ? കാരണം 10 പ്രാവശ്യം നടന്നല്ലേ കാശ്, ബാക്കിയുള്ള കാശ് കിട്ടുള്ളൂ. അങ്ങനെയല്ല, എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ കാശ് കിട്ടി. ഏത് ബാക്കി ജാതകത്തില്. അപ്പോൾ അതിൽ വന്ന് ഞാൻ അമ്മയാണ് മേടിക്കുന്നത്. അപ്പോൾ അമ്മ അതിൽ വന്ന് ഒരു 50 രൂപ എൻ്റെ കയ്യിൽ തന്നു. 50 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു തുകയാണ്. അത് മേടിച്ചുകൊണ്ട് ഞാൻ നേരെ പോയത് എവിടെയാണെന്നറിയോ? പോയി ഒരു ബോട്ടിൽ ഗ്രേപ്പ് വാട്ടർ മേടിച്ചു. ഗ്രേപ്പ് വാട്ടർ എന്ന് പറഞ്ഞില്ലേ പിള്ളേർക്കെല്ലാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ അവർക്ക് വയറ്റ് വേദന അമ്മ ഒരു ടീസ്പൂൺ എടുത്ത് ഇങ്ങനെ കൊടുക്കും. പിന്നെ ഞങ്ങൾ ആ ടീസ്പൂൺ എടുത്ത് നക്കി നോക്കും. അപ്പൊ ഞങ്ങൾക്കത് ഭയങ്കര ഇതാണ്. അപ്പൊ അന്ന് മുതൽ ഞാൻ എങ്ങനെയെങ്കിലും ഗ്രേപ്പ് വാട്ടർ മേടിക്കണം. ഗ്രേപ്പ് വാട്ടർ മേടിക്കാൻ സ്വപ്നമായിരുന്നു. ആദ്യത്തെ പണത്തിന് ഞാൻ മേടിച്ചത് ഗ്രേപ്പ് വാട്ടറാണ്. എന്നിട്ട് ഇത്രയും വലിയൊരു ബോട്ടിൽ ഗ്രേപ്പ് വാട്ടർ മേടിച്ച് മറ്റേ അനിയത്തിമാരൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഒരു വാതിലിൻ്റെ പുറകെ പോയി നിന്ന് ഇങ്ങനെ കുടിച്ചു. പകുതി കുടിക്കാൻ ഒത്തില്ല, കാരണം അതൊരു തലയ്ക്ക് പിടിക്കുന്ന ഒരു മത്ത് പിടിച്ചൊരു സാധനമാണ്. ആ മധുരം പകുതി കഴിച്ചപ്പോൾ എനിക്ക് മതിയായി. ഉടനെ വിളിച്ച് എല്ലാവർക്കും കൊടുത്തു ഞാൻ. അങ്ങനെയാണ് ആദ്യത്തെ. ഈ ചെരുപ്പ് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് 10 പ്രാവശ്യം നടന്നാലേ നമുക്ക് ബാക്കിയുള്ള കാശ് കിട്ടുള്ളൂ. അപ്പം അപ്പോഴത്തേക്കും ചെരുപ്പ് ചെയ്യും. പിന്നെ ചെക്ക് തരും. എൻ്റെ കയ്യിൽ തന്നെ ഒരു 2-3 കിലോ കാണണം. അയ്യോ, എൻ്റെ അടുത്ത് ഒരുപാട് പക്ഷേ വാസ്തവത്തിൽ അവർക്ക് വയ്യാത്ത കാരനാണ് കേട്ടോ. ഞാൻ കേട്ടൊരു നസീർ സാറേ സിനിമ ഇപ്പൊ പൈസ കിട്ടിയില്ല എന്ന് വെച്ചോ, ആ പ്രൊഡ്യൂസർക്ക് വീണ്ടും വില കുറച്ചൊരു പടം ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? ഉണ്ടായിരുന്നു. ആരും വെറുപ്പിക്കില്ല പുള്ളി. ഏത് സമയത്തും എന്നൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്നാരും ചെയ്യുന്നു തോന്നില്ല. കാരണം കുറ്റം പറയില്ല. അതെ, ഒരു ഷർട്ട് കൊണ്ട് കൊടുത്തു, നമ്മൾ തന്നെ പറയും സാറ് കുറച്ചുകൂടെ ഒരു നല്ല ഷർട്ട്. അത് കുഴപ്പമില്ല. ചിലപ്പോ ഒരു വിക്ക് പടത്തിലെ ഒരു വിക്ക് പലരും ഉപയോഗിച്ച് ഇങ്ങനെ വിക്കായിരിക്കും കൊണ്ട് ചിലപ്പോ തലയിൽ വെക്കും. അത് പേനും തലയൊക്കെ ഉള്ള ഞാൻ പറയും, യോ ഇതെന്താ ഈ വിഗ് വെച്ചോണ്ടിരിക്കുന്നത്? ആ പോട്ട കൊച്ച അതൊക്കെ സാരമില്ല. തലയിൽ നിറച്ച് മുടിയുള്ളൊരു നടൻ, എല്ലാം മുടിയുള്ള ഒരാള് അറിയില്ല, നിറച്ചു മുടിയ തലയില്. കുഞ്ചേട്ടൻ പറയുമ്പോൾ തിരുവാഭരണം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ് ശശികുമാർ താങ്കളുടെ സംവിധാനം. നസീർ സാറിന് എറ്റ് എ ടൈം 4 പടം 5 പടം ഷൂട്ട് ചെയ്യുന്ന സമയം. ഇപ്പം ഞാനും സാധന എന്ന് പറഞ്ഞൊരു നടി, അന്നത്തെ ഞങ്ങൾ ഒരു അരുവിക്കകത്ത് നിന്ന് ഒരു തോർത്തുകൊണ്ട് ഇങ്ങനെ മീൻ പിടിക്കുന്ന സീനാണ്. അപ്പം അതിനകത്തൊരു പാമ്പുണ്ട്. ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കും, പിന്നെ അതിൽ പാമ്പ് വരും. ഇതാണ് സീൻ. പാമ്പിനെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് 5 രൂപയ്ക്ക് നിന്ന് അന്ന് വാടകയ്ക്ക് കിട്ടും. അതിനെ കൊണ്ടുവന്ന് കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ റിഹേഴ്സലിന് ഞങ്ങൾ 2 കൂടി പിടിച്ചു. ഈ പാമ്പ് എൻ്റെ കൈയുടെ നേരം ഞാൻ ഇത് വിട്ടുകളഞ്ഞു, തോർത്ത് വിട്ടുകളഞ്ഞു. ശശികുമാർ സാറിനെ ചീത്ത പറഞ്ഞ എൻ്റെ കാര്യം, പാമ്പിൻ്റെ കാര്യമല്ല,
നസീർ സാറിൻ്റെ ഷൂട്ടിങ് കോൾ ഷീറ്റ് ഞാൻ എവിടെ പോകും കുഞ്ഞ് എന്നൊക്കെ പറയാം എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ചീത്ത പറയാണ്. അപ്പോൾ നസീർ അവിടെ നിങ്ങൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ നോക്കി ഒരു പാമ്പിന് സാധനം ഞാൻ ഇങ്ങനെ പിടിച്ചാണ് സാർ ഞാൻ ആ പോയതാണോന്ന് പോലും അറിയത്തില്ല. ഞാൻ പാമ്പ ഞാൻ സാർ പാമ്പിനെ കിട്ടി സാറിനൊക്കെ ഞാൻ കരയുന്നുണ്ട്. പാമ്പപ്പോഴത്തേക്കും ചത്ത്. കുറച്ച് നസീർ സാർ എഴുന്നേറ്റ് വന്ന്, ശശി ഇന്ന് ആ കുട്ടി ഒന്നും പറയണ്ട, നാളെ രാവിലെ ഞാൻ 7 മണിക്ക് വരും, അപ്പോൾ ഈ ഷോട്ട് എടുക്കാം. ആര് പറയും ഈ കാലഘട്ടത്തിൽ, ആര് പറയും? ഇത്രയും തുറന്നൊരു മനസ്സുള്ളൊരു മനുഷ്യൻ എൻ്റെ അമ്മേ. ഇപ്പം റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആ ഒരു ഓർമ്മകളിൽ പോകുമ്പം ശ്രീലയ ചേച്ചി റെസ്റ്റ് ഹൗസിൽ ഒരു 4 വരി പാടിയാൽ ബാക്കി മുന്നോട്ട് പോകാൻ അയ്യോ തോന്നും. നല്ല പാട്ടുകാരി. അയ്യോ, എന്തൊരു ഭംഗി, ഒന്ന് പാടൂ. പാട്ട് മാത്രമല്ല, റെസ്റ്റോറൻറ്റിലെ ഏറ്റവും എല്ലാം നല്ല നല്ല പാട്ടുകളാണ്. അതന്നെ. ഒന്നും അല്ല, മോശം അന്നുള്ള പടങ്ങളിലെ എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. ഭാഷം. റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാല് അതില് പൗർണമി ചന്ദ്രിക, പാടാത്ത വീണയും പാടുമുണ്ട്, യദുകുല രതിദേവൻ എവിടെയുണ്ട്, പിന്നെ ഒരു കോമഡി പാട്ടുണ്ട് എല്ലാരും കൂടെ ഉള്ളത്. നാണക്കേടായല്ലോ എന്നൊക്കെ അല്ലേ? നാണക്കേടായാലും എല്ലാ പാട്ടും നാണക്കേടായല്ലോ എല്ലാ പാട്ടും ഹിറ്റ്. എല്ലാം സൂപ്പർ ഹിറ്റാണല്ലോ. ഏതാ ശ്രീലയ ചേച്ചി പാടുന്നത്? എനിക്കിഷ്ടമുള്ള അതിലൊരു പാട്ട് ഏതാണ്? പാടാത്ത വീണയും. ആയിക്കോട്ടെ. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. എനിക്ക് ഈ പാട്ടുകളൊക്കെ സാറിന് ഓർമ്മ, നമ്മൾ അറിയാതെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ആ സീൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അതെ, അല്ലേ? കുറെ പിള്ളേര്, കോളേജ് പിള്ളേരെല്ലാം കൂടെ ഒരു പിക്നിക് പോകുന്നതാണ് കഥ. അതിൽ ഇവർക്കൊരു പേര്, നിങ്ങളുടെ പേര് ആരെയാ? ഒരു പുതിയ കുട്ടി. പിന്നെ ഓരോരോരു അവരിങ്ങനെ ഞങ്ങൾ ഒരു 10-15 ദിവസം അവിടെ തന്നെ ചുറ്റി ഷൂട്ട്. അപ്പൊ ഇവർ തമ്മിൽ തന്നെ കുറച്ച് പ്രേമങ്ങൾ തുടങ്ങി. ഒറിജിനലായിട്ട് ഒരു മാസത്തോളം അപ്പോഴേക്കും പ്രേമായി. സേലം ഈർക്കാട്ടിൽ. എല്ലാവർക്കും ഒരു കൊച്ചു തെറ്റുകൾ. അപ്പൊ അവര് നോക്കാം. അതില് ശിലാമേഖല രാഘവേട്ടൻ മാത്രം വളരെ സൈലന്റ് ആയിട്ടിരിക്കും. ആ പടത്തിലുണ്ടോ? ഉണ്ട്. ഏത് റോളാ? അതിലെ വിൻസെന്റ് ഉണ്ട്. അപ്പൊ രാഘവേട്ടനെ ഈ എൻ്റെ കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ പറയും, ഈ രാഘവേട്ടനെ എങ്ങനെയൊന്നൊന്ന് നമ്മളൊരു വശത്തോട്ട് കൊണ്ടുവരണമെന്ന്. അപ്പൊ ഞാൻ പറിച്ച് രാഘവേട്ടൻ്റെ അടുക്കപ്പോൾ എന്തൊക്കെയുണ്ട് രാഘവേട്ടൻ, പുള്ളി എന്ത് ചെയ്താലും അടുക്കത്തില്ല, പുള്ളി അന്നും ഗാന്ധിയനാണ്, ഇന്നും ഗാന്ധിയനാണ്. ഉറപ്പാണ്, സംശയമൊന്നുമില്ലല്ലോ. എന്നാ നോക്കിക്കോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഓർമ്മ, ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ പോയ കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച കായൽ കരയിൽ എന്ന ചിത്രം, അതിൽ അദ്ദേഹമാണ് നായകൻ. നായകൻ വരുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ് ആ പടത്തിൽ. അതിൽ ഒരു മുഖ്യ കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ തുടക്കത്തിൽ ഉള്ള പടത്തിൽ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അതിനുശേഷം CID നസീർ എന്നുള്ള ചിത്രത്തിൽ ആദ്യത്തെ CID ആയിട്ട് വരുന്നത് ഞാനാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല. അതിൽ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. മദ്രാശിയിൽ എല്ലാവരും ഒരുമിച്ച് മദ്രാശിയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഏതായാലും നസീർ സാറിൻ്റെ ഓർമ്മകളിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാവും. മരിച്ചു പോയാലും ആത്മാവുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞാനുണ്ടാവും, എൻ്റെ ഓർമ്മകളിൽ അദ്ദേഹവും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ വിചാരിക്കേ, മരിച്ചു പോയതിനിപ്പോൾ പറഞ്ഞില്ലേ ഒരു വാക്ക്, അങ്ങനെ ആത്മാവവിടെ ഉണ്ട്. മരിച്ചു പോയതിന് ശേഷം ഈ സത്യ സാറുണ്ട്, എത്രയോ ഡയറക്ടർമാരുണ്ട്. അവിടെ നിന്ന് ഒരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും അവര്. ഞാൻ പോയ പിന്നെ എന്നെ അമ്മയുടെ റോളിൽ എടുക്കുമോ ഹീറോയിനായിട്ട് എടുക്കുമോ എന്നുള്ള സംശയമാണ്. അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും. അത് ചെല്ലുമ്പോഴേ അറിയാവുള്ളൂ.
അതൊരു ഇവിടെ അറിയാൻ പറ്റും. ഇതൊരു സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ ചരിത്രത്തിലെ ഒരു ഇത്രയും കാൽപ്പനികവും മനോഹരവുമായ ഒരു സംശയം വേറെ ഏതെങ്കിലും പരിപാടിയിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇപ്പൊ ഷീലാമ്മ പറഞ്ഞത്. അല്ലേ? കാരണം അതിനൊരു വലിയ കാൽപ്പനികതയും സൗന്ദര്യം അവിടെ എല്ലാരും ചെല്ലുമ്പോ ഡയറക്ടർമാരുണ്ട്, പ്രൊഡ്യൂസർമാരുണ്ട്, എല്ലാരും ഉണ്ട്, ഫൈനാൻഷ്യറുണ്ട്. കാശിനൊക്കെ ഒന്നും കാര്യമില്ല. എല്ലാം ദൈവത്തിനോട് ചോദിച്ചു കാശ് മേടിച്ചു എല്ലാം മേടിക്കുകയാണ്. അത് ഇഷ്ടം പോലെ എന്തായിട്ടായിരിക്കും വെക്കുന്നത് എന്നുള്ള ഒരു വലിയ സംശയം.